പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പാരലൽ ലൈൻസിലേക്ക് സ്വാഗതം. പാർട്ട് 1 എല്ലാവരും ഭംഗിയായി ചെയ്തു കേട്ടോ. ഇത് കൺസ്ട്രക്ഷൻ മാത്രം, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ദെൻ പാർട്ട് 2 കുറച്ചൊരു പുതിയ ടോപ്പിക്കാണ്, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ടോപ്പിക്സാണ്, കുറച്ച് പോയിൻറ്റുകൾ പഠിക്കാനുണ്ട്, ടോപ്പിക്സാണ് എന്നുള്ള വ്യത്യാസമുള്ളൂ. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുക. നമ്മൾ ലാസ്റ്റ് എഴുതി വെച്ചത് ആ കട്ടിങ്സിൽ 3 or more parallel lines cut any two sides divided in the same ratio എന്നുള്ള പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. ആ പ്രോപ്പർട്ടിയെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം എഴുതുക. In the picture below, the diagonals of the trapezium ABCD, intersect at P. Prove that PA into PD equal PB into PC. PA into PD equal PB into PC. അപ്പോൾ ഒരു ട്രപ്പിസോയിഡൽ വരയ്ക്കുക. ട്രപ്പീസിയം വരച്ചു, ABCD നെയിം കൊടുത്തു, ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്തു. എറ്റ് പിയിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്തത്. ദെൻ നമുക്ക് എന്ത് ചെയ്തു? ഡ്രോ എ പാരലൽ ലൈൻ EF ത്രൂ പി. പിയിലൂടെ ഒരു പാരലൽ ലൈൻസ് EF വരച്ചു. കൺസ്ട്രക്ഷനാണ്. ഇൻ ദ ഫിഗർ ABCD ഈസ് എ ട്രപ്പീസിയം AB പാരലൽ CD. ട്രപ്പീസിയം എല്ലാവർക്കും അറിയാം, പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് അതർ പെയർസ് ആർ നോൺ പാരലൽ. ദാറ്റ് ഈസ് കോൾഡ് ട്രപ്പീസിയം. ദെൻ ഡ്രോ എ പാരലൽ ലൈൻ EF ത്രൂ പി. പിയിലൂടെ ഒരു പാരലൽ ലൈൻസ് വരച്ചു. CDക്ക് പാരലാണ്, ABക്ക് പാരലായിട്ട് വരച്ചു. അപ്പോൾ 3 or more parallel lines divide any two sides BD and AC in the same ratio. PA is to PC equal PB is to PD. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പാരലൽ ലൈൻസിലേക്ക് സ്വാഗതം. പാരലൽ ലൈൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഫസ്റ്റ് ടോപ്പിക് എല്ലാവരും ചെയ്തു. കൺസ്ട്രക്ഷനാണ്, സുഖമായിട്ട് വരച്ചു. അതിൽ ഷുവർ ക്വസ്റ്റ്യനാണ്, 3 മാർക്ക് അല്ലെ 4 മാർക്ക്. ദെൻ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുമ്പോൾ കുറച്ച് പ്രോബ്ലം, കുറച്ച് പ്രൂവ് ദാറ്റ്, കുറച്ച് ഒരു ഇതിലുള്ള ടോപ്പിക്സാണ്. 2 ടോപ്പിക് കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ട് 3 or more parallel lines cut any two lines divided in the same ratio എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം. ഇൻ ദി പിക്ചർ ബിലോ, ദി ഡയഗണൽസ് ഓഫ് എ ട്രപ്പീസിയം ABCD, intersect at P. Diagonals of the trapezium ABCD intersect at P. Prove that PA into PB equal PA into PD equal PB into PC. അതായത് PA into PD equal PB into PC. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ട്രപ്പീസിയം വരയ്ക്കുക. എല്ലാവരും ട്രപ്പീസിയം വരച്ചു. ട്രപ്പീസിയം, what is meant by trapezium? It is a quadrilateral. Opposite sides, a pair of opposite sides are parallel and other pairs are non-parallel. Then ABCD is a trapezium. Diagonals intersect at P. ഇതാണ് ഫിഗർ തന്നിട്ടുള്ളത്. Then draw a parallel line EF. Through P. പിയിലൂടെ വരച്ചു. Draw a parallel line EF through P. പിയിലൂടെ വരച്ചു. ദെൻ നമുക്ക് ഇപ്പോൾ എന്തായി മാറി? 3 or more parallel lines ആയി. AB parallel EF, CD parallel EF, 3 or more parallel lines cut any two lines AC and BD divided in the same ratio. PA is to PC equal PB is to PD. PA is to PC equal PB is to PD. 3 or more parallel lines cut any two lines divided in the same ratio എന്ന പ്രോപ്പർട്ടി പ്രകാരം PA is to PC എന്ന് പറഞ്ഞാൽ എന്താ വരിക? PA by PC. PB is to PD എന്ന് പറഞ്ഞാൽ എന്താ വരിക? PB by PD. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി.
പി എ ഇൻറ്റു പി ഡി ഈക്വൽ പി ബി ഇൻറ്റു പി സി. ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? പി എ ഇൻറ്റു പി ഡി ഈക്വൽ പി ബി ഇൻറ്റു പി സി. പി എ ഇൻറ്റു പി ഡി ഈക്വൽ പി ബി ഇൻറ്റു പി സി. കറക്റ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, എ ബി സി ഡി ഇസ് എ ട്രപ്പീസിയം. എ ബി പാരലൽ ടു സി ഡി. ഡ്രോ എ ലൈൻ ഇ എഫ് പാരലൽ ടു എ ബി ആൻഡ് സി ഡി ത്രൂ പി. പിയിലൂടെ വരച്ചു. ദെൻ 3 or more parallel lines cut any 2 lines divided in the same ratio. പി എ ഈസ് ടു പി സി ഈക്വൽ പി ബി ഈസ് ടു പി ഡി. പി എ ബൈ പി സി ഈക്വൽ പി ബി ബൈ പി ഡി. പി എ ഇൻറ്റു പി ഡി ഈക്വൽ പി ബി ഇൻറ്റു പി സി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഡൺ ഡൺ ഡൺ. ഓക്കെ, അടുത്ത സൈഡ് ഇതിങ് ചെയ്ത് അതിൻ്റെ കൂടെ കണ്ടിന്യൂഷനായിട്ട് കുറച്ച് പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം. ട്രയാങ്കിൾ ഡിവിഷൻ. സൈഡ് ഇതിങ് ചെയ്ത് ട്രയാങ്കിൾ ഡിവിഷൻ ഒരു 7 പോയിൻ്റ് ഉണ്ട്. ഓരോ ഫിഗറും വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ടാണ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കേണ്ടത്. ഫസ്റ്റ് പോയിൻ്റ്, ഇൻ എനി ട്രയാങ്കിൾ, എഴുതി വെക്കണം എല്ലാവരും. ഇൻ എനി ട്രയാങ്കിൾ a line drawn parallel to a side cuts the other 2 sides in the same ratio. Second point, a line which divides two sides of a triangle, a line which divides 2 sides of a triangle in the same ratio is parallel to the third side. ആ രണ്ട് പ്രോപ്പർട്ടിയും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി പഠിക്കേണ്ട, ബൈഹാർട്ട് പഠിക്കേണ്ട, മനസ്സിലാക്കണം എന്നുള്ളൂ. ഒരു ട്രയാങ്കിൾ വരച്ചു. എ ബി സി ഈസ് ദി ട്രയാങ്കിൾ. ദെൻ പി ആൻഡ് ക്യൂ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ലൈന്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ എനി ട്രയാങ്കിൾ ലൈൻ ഡ്രോൺ പാരലൽ ടു സൈഡ് കട്ട്സ് ദി അതർ 2 sides in the same ratio. A PQ is parallel to AB. Then AP by PC equal BQ by QC. അതർ 2 sidesനെ ഡിവൈഡ് ചെയ്യുന്നു, സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എ പി ബൈ എ സി, സ്മോളർ സൈഡ് ലാർജർ സൈഡ്, സ്മോളർ എ പി ലാർജർ എ സി, ബി ക്യു ബൈ ബി സി, അങ്ങനെയും പറ്റും. ഡിവൈഡ് ഇൻ ദി സെയിം റേഷ്യോ. ഇത് ശരിക്കും തെയിൽസ് എന്നൊരു മാത്തമാറ്റീഷ്യനാണ്, തെയിൽസ് തിയറം എന്നാണ് പറയുക. തെയിൽസ് എന്നൊരു മാത്തമാറ്റീഷ്യൻ ഇത് കണ്ടുപിടിച്ചതാണ്. സി ബി എസ് സിക്കാരടുത്ത് നിന്ന് കോപ്പി അടിച്ചത് കൊണ്ട് വലിയ കുഴപ്പമില്ല. ചെറിയൊരു ടോപ്പിക്കാണ്. സി ബി എസ് സിന്നാണ് ഇത് ഇങ്ങോട്ട് വന്നത് കുറച്ച്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, പി എ പി ബൈ പി സി ഈക്വൽ ബി ക്യു ബൈ ക്യു സി, sides divided in the other 2 sides divided in the same ratio. Or AP by AC, ചെറിയ സൈഡ് എ പി, വലിയ സൈഡ് എ സി, ബി ക്യു ബൈ ബി സി, ഇങ്ങനെയും പറയാം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതിയേക്കാം? എ പി ബൈ പി സി ഈക്വൽ ബി ക്യു ബൈ ക്യു സി. ഓർ എ പി ബൈ എ സി ഈക്വൽ ബി ക്യു ബൈ ബി സി, അതർ 2 sides divided in the same ratio. ഇപ്പോൾ എഴുതിയ 2 പോയിന്റിൽ പാരലൽ ലൈൻസ് ഓഫ് തേർഡ് സൈഡിന് പാരലൽ ലൈൻസ് കട്ട് അതർ 2 sides in the same ratio എന്നാണ് പറയുന്നത്. പാരലൽ ലൈൻസ് ആണെങ്കിൽ കട്ട് അതർ 2 sides in the same ratio. സെക്കൻഡ് പറഞ്ഞ പോയിന്റ്, ലൈൻ വിച്ച് ഡിവൈഡ്സ് 2 sides of a triangle ഇൻ ദി സെയിം റേഷ്യോ. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സിനെ ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിലാണെങ്കിൽ ഈസ് പാരലൽ ടു ദി തേർഡ് സൈഡ്. ആ ലൈൻ ഇതിന് പാരലൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞതിൻ്റെ കോൺവേഴ്സ് ആയിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എ പി ബൈ പി സി ഈക്വൽ ബി ക്യു ബൈ ക്യു സി ആണെങ്കിൽ പി ക്യു പാരലൽ ടു എ ബി. പി ക്യു പാരലൽ ടു എ ബി ആണെങ്കിൽ എ പി ബൈ പി സി ഈക്വൽ ബി ക്യു ബൈ ക്യു സി. എ പി ബൈ പി സി ഈക്വൽ ബി ക്യു ബൈ ക്യു സി. എ പി ബൈ എ സി ഈക്വൽ ബി ക്യു ബൈ ബി സി, അങ്ങനെയും പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ പാരലൽ ലൈൻസ് ആണെങ്കിൽ ഡിവൈഡ് ഇൻ ദി സെയിം റേഷ്യോ, ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ ആണെങ്കിൽ ഇറ്റ് ഇസ് എ പാരലൽ. തിരിച്ചു പറയുന്നതിനാണ് കോൺവേഴ്സ് എന്ന് പറയുക. കോൺവേഴ്സ് ഇതിനെ ശരിക്കും പറയുക ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം എന്നാണ് ശരിക്കും ഇതിൻ്റെ പേര്.
ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം. ഈ തിയറത്തിൻ്റെ പ്രൂഫൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങൾക്ക് വെറുതെ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത് ഫിഗറിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. സി ബി എസ് സിക്ക് ആണെങ്കിൽ ഈ തിയറം തന്നെ പഠിക്കാനുണ്ട്. 4 മാർക്ക് തിയറ, ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം, കോൺവേഴ്സ് ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം. തിരിച്ചു പറയുന്നതിന് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് കോൺവേഴ്സ്, പാരലൽ ആണെന്ന് പറഞ്ഞിട്ട് സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ എന്ന് പറയുന്നത് ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം. ഓക്കെ, അപ്പോൾ 2 സൈഡ്സ് തേർഡ് സൈഡിന് പാരലലാണ്, കട്ട് അതർ 2 സൈഡ്സ് ഡിവൈഡ് ഇൻ ദി സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ പി ക്യു ഇസ് പാരലൽ ടു ബി സി. ഡൺ. അപ്പോൾ 2 പോയിൻ്റ്, ആ 2 പോയിൻറ്റിൻ്റെ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തു, പ്രൂഫ് ഇല്ല. തേർഡ് പോയിൻ്റ്, the length of the line joining the midpoints of 2 sides of a triangle. The length of the line joining the midpoints of 2 sides of a triangle is half the length of the third side. Half the length of the third side. Half the length of the third side. ഒക്കെ മിഡ് പോയിൻ്റ് ആണ്. ഫസ്റ്റത്തെ ട്രയാങ്കിൾ എ ബി സി, ദെൻ പി ക്യു ആർ. അതായത് ലൈൻ ജോയിനിങ് മിഡ് പോയിൻറ്റ്സ് ഓഫ് 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഹാഫ് ദി തേർഡ് സൈഡ്. ഇറ്റ് ഈസ് പാരലൽ ടു തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ദി തേർഡ് സൈഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് അവർ പറയുന്നത്. അതായത് ദി ലെങ്ത് ഓഫ് ദി ലൈൻ ജോയിനിങ് ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ്, 2 സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ് ജോയിൻ ചെയ്യുന്ന ലൈന് ഹാഫ് ദി തേർഡ് സൈഡിന് ഹാഫാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ദെൻ Q and R is the midpoint of AC and BC. Then QR equal to half AB. പറഞ്ഞോടെ, QR equal to half AB. Then P and Q are the midpoints of BC and AB. Then PQ is equal to half AC. Third side AC ആണ്. Then P and R are the midpoints of AB and AC. PR equal to half BC. BCയുടെ ഹാഫാണ്. ഇതാണ് തേർഡ് പോയിൻ്റായിട്ട് പറയുന്നത്. ഇനി ഇൻ എ ട്രയാങ്കിൾ ലൈൻ ജോയിനിങ് ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഹാഫ് ദി തേർഡ് സൈഡ്. ഓക്കെ, അത് ശരിക്കും നമുക്ക് അതിൽ തന്നെ പ്രൂഫ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. 3 അവിടെ ഫോം ചെയ്തിരിക്കുന്ന 4 ട്രയാങ്കിൾസ് എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതിൽ നിന്നാണ് നമുക്ക് അതിൽ നിന്ന് ക്രൈറ്റീരിയാസ് ഫോം ചെയ്യുന്നത്. ഫോർത്ത് പോയിൻ്റ്, in any triangle all the perpendiculars from the vertices to the opposite side passes through a single point. ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ വെർട്ടിസസിൻ്റെയും നെയിം കൊടുക്കാം. നമ്മൾ സർക്കിൾസിൽ പഠിച്ചിട്ടുണ്ട് എന്ത്, ബൈസെക്ടർ ഓഫ് ദി സൈഡ്സ് മീറ്റ് അറ്റ് എ സിംഗിൾ പോയിൻ്റ്, ദാറ്റ് ഈസ് സർക്കം സെൻറ്റർ എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ട്, സർക്കം സെൻറ്റർ. ഇവിടെ വെർട്ടിസസിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അത് പാസ് ചെയ്യുന്നത് എന്താണ്, ഒരു സിംഗിൾ പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. പെർപെൻഡിക്കുലർ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വെച്ച് ഒരു ആർക്ക് ഇവിടെ വരച്ച്, ആ ആർക്കിൽ നിന്ന് വേറൊരു ആർക്ക് വരച്ച്, ഇവിടെ ഒരു ആർക്ക് മാർക്ക് ചെയ്ത് അതിൽ നിന്ന് വേറെ കുത്താർക്ക് വരച്ച്, ഇവിടെയും വരച്ച്, അങ്ങനെയാണ് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാനൊന്നുമില്ല. ഇപ്പോൾ പോയിൻ്റ് പറഞ്ഞെന്നുള്ളൂ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദി പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ദി വെർട്ടിസസ് ടു ദി ഓപ്പോസിറ്റ് സൈഡ്, ഫുൾ സ്റ്റോപ്പ്, ടു ദി ഓപ്പോസിറ്റ് സൈഡ്സ് passes through a single point. ഒരു സിംഗിൾ പോയിൻറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അടുത്ത പോയിൻ്റ്, ദി ലൈൻ ജോയിനിങ് വേർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ടു ദി മിഡ് പോയിൻ്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്
ഈസ് കോൾഡ് ദി മീഡിയൻ ഓഫ് ദി ട്രയാങ്കിൾ. മീഡിയൻ ഓഫ് ദി ട്രയാങ്കിൾ, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡിലേക്ക്, മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈന് മീഡിയൻ. ഓൾട്ടിറ്റ്യൂഡ് അല്ല കേട്ടോ, ഓൾട്ടിറ്റ്യൂഡ് പെർപെൻഡിക്കുലർ ആണ്, മീഡിയൻ ആണ്. മിഡ് പോയിന്റിലേക്ക് വരയ്ക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക്, ഇവിടെ നിന്ന് ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക്, അങ്ങനെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മളെന്ത് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. വെർട്ടെക്സ് ടു ഓപ്പോസിറ്റ് സൈഡ്, മിഡ് പോയിന്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്. ലൈൻ ജോയിനിങ് ദി വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ടു മിഡ് പോയിന്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ഇസ് കോൾഡ് മീഡിയൻ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് പോയിന്റ് കഴിഞ്ഞു. ഇനി സിക്സ്ത് പോയിന്റ്, the point of intersection of the medians, the point of intersection of the median is called the centroid of the triangle. Point of intersection of the median is called the centroid of the triangle. അതായത് വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻസ് ഉണ്ടാവും. അതെല്ലാം 3 ലൈൻസ് ഇല്ലേ, ദിസ്. ഈ 3 ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ. എന്താണ് അതിന് പറയാ? സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ. അടുത്ത 7th പോയിന്റ്, in any triangle all the medians intersect at a single point. എല്ലാ മീഡിയനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ പോയിന്റിലാണ്. ആൻഡ് that point divides each median in the ratio 2:1 measured from the vertex. അതായത് എല്ലാ മീഡിയനും, അതായത് ABC ട്രയാങ്കിള്, ഒരു മീഡിയൻ ഞാൻ വരച്ചുതരാം. ദെൻ AD is the median, BE is the median, CF is the median. അപ്പോൾ ഈ മീഡിയൻസ് ഒക്കെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ, അതായത് സെൻട്രോയിഡ്, ഇതാണ് സെൻട്രോയിഡ്, O എന്ന് കൊടുക്കുക. അപ്പോൾ സെൻട്രോയിഡ് O. ഈ മീഡിയൻസ് AD ഈസ് ദി മീഡിയൻ, ഡിവൈഡ് ഇൻ ദി റേഷ്യോ 2:1. വെർട്ടെക്സിൽ നിന്ന് 2:1 റേഷ്യോ. BE ഈസ് ദി മീഡിയൻ, ഡിവൈഡ് ഇൻ ദി റേഷ്യോ 2:1. CF ഈസ് ദി മീഡിയൻ, ഡിവൈഡ് ഇൻ ദി റേഷ്യോ 2:1. അപ്പോൾ എല്ലാ മീഡിയനും ഡിവൈഡ് ചെയ്യുന്നത് 2:1 റേഷ്യോയിലാണ്. അതായത് AO ഈസ് OD എന്ന് പറഞ്ഞാൽ 2:1, BO ഈസ് OE എന്ന് പറഞ്ഞാൽ 2:1, CO ഈസ് OF എന്ന് പറഞ്ഞാൽ 2:1. അത് പിന്നീട് ആവശ്യം വരും, അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചോളാം. വെർട്ടെക്സിൽ നിന്ന് 2:1 റേഷ്യോയിലാണ് കേട്ടോ. അപ്പോൾ മീഡിയൻസ് ഡിവൈഡ് ചെയ്യുന്നത് in any median, all medians divided in the ratio 2:1 ratio. First question എഴുതുക. In the picture the perpendicular is drawn from the midpoint of the hypotenuse of a right triangle. Midpoint of the hypotenuse of a right triangle to the base. Calculate the length of the third side. Of the large right triangle. And the lengths of all 3 sides of the small right triangle. അപ്പോൾ ഇനി ഫിഗർ വരയ്ക്കുക. this large right triangle ABC എന്ന് കൊടുത്തു പേര്, ABC. then PQ perpendicular,
താഴെ ക്യൂ മുകളിൽ പി കൊടുത്തു, അല്ല താഴെ പി ആയിക്കോട്ടെ, മുകളിൽ ക്യൂ കൊടുത്തു. ദെൻ ക്യൂ ഈസ് ദി മിഡ് പോയിൻ്റ് ആണ്. ഇത് 10 സെൻറ്റിമീറ്റർ ആണ് ഹൈപ്പോട്ടന്യൂസ്, ബേസ് 8 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? തേർഡ് സൈഡ് ഓഫ് ദി ലാർജ് റൈറ്റ് ട്രയാങ്കിൾ. തേർഡ് സൈഡ് ഇവിടെ 90 ആണ്, പെർപെൻഡിക്കുലർ, ഇതും പെർപെൻഡിക്കുലർ ആണ്. ദെൻ തേർഡ് സൈഡ് കാണാൻ എല്ലാവർക്കും അറിയാം, ബി സി, പൈത്തഗോറസ് തിയറം, ഹൈപ്പോട്ടന്യൂസ് 10, ബേസ് 8 സെൻറ്റിമീറ്റർ. Then BC is equal to root of 10 square minus 8 square, 100 minus 64, root 36, that's equal to എത്ര മക്കളെ? 6. അപ്പോൾ തേർഡ് സൈഡ് ഓഫ് ദി ലാർജ് റൈറ്റ് ട്രയാങ്കിൾ ഈക്വൽ ടു 6, കറക്റ്റ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കിനി ശ്രദ്ധിക്കേണ്ടത്, പി ക്യു പെർപെൻഡിക്കുലർ ആണ്, ബി സി പെർപെൻഡിക്കുലർ ആണ്. ദെൻ പി ക്യു ആൻഡ് ബി സി ആർ പാരലൽ, ഓൾ പെർപെൻഡിക്കുലർ ലൈൻസ് ആർ പാരലൽ, അങ്ങനെയല്ലേ? അപ്പോൾ ഇത് രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ ഇത് രണ്ടും എന്താണ്? പാരലാണ്. ഇതിങ്ങനെ വളഞ്ഞു നിന്നാൽ എന്തല്ല? പാരലൽ അല്ല. അപ്പോൾ പെർപെൻഡിക്കുലർ ലൈൻസ് എപ്പോഴും എന്തായിരിക്കും? പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് പഠിച്ചിട്ടുണ്ട്, ഇൻ എനി ട്രയാങ്കിൾ അല്ലേ, പാരലൽ ടു എ ലൈൻ കട്ട്സ് അതർ 2 sides ആർ ഇൻ ദി സെയിം റേഷ്യോ. പാരലൽ ടു എ സൈഡ്, ഒരു ലൈനിന് പാരലലാണ്, ഒരു സൈഡിന് പാരലലാണ്, ലൈൻ പാരലൽ ടു എ സൈഡ് കട്ട്സ് അതർ 2 sides ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ. മറ്റ് 2 സൈഡുകൾ ഡിവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? സെയിം റേഷ്യോയിലായിരിക്കും. ഇൻ എനി ട്രയാങ്കിൾ ലൈൻ പാരലൽ ടു എ സൈഡ് കട്ട്സ് അതർ 2 sides ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ എന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ എ സി ആൻഡ് എ ബി ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിലായിരിക്കും അല്ലേ? ദെൻ എ ക്യൂ ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് എ സി ആണ്. ഇവിടെ 5, 5. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുന്നതിലാണ് 1:1 റേഷ്യോ അല്ല. 5, 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 1:1. അങ്ങനെയാണെങ്കിൽ എ പി ഇസ് ടു പി ബി എത്രയായിരിക്കും വരിക? 1:1, 4, 4 എന്ന് വരും. എത്ര കിട്ടി? 4, 4. ശരിയല്ലേ? കാരണം ഇൻ എനി ട്രയാങ്കിൾ ലൈൻ പാരലൽ ടു 1 side കട്ട്സ് അതർ 2 sides ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ. ഒരു പാരലൽ ലൈൻ, ഒരു സൈഡിന് പാരലൽ ലൈൻ ആണെങ്കിൽ മറ്റ് സൈഡ്സ് ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിലായിരിക്കും എന്ന് നമ്മളൊരു പ്രോപ്പർട്ടി, ഫസ്റ്റ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. നമ്മൾ മൈൻഡിൽ പ്രോപ്പർട്ടി ബൈ ഹാർട്ട് ആക്കേണ്ട, നമ്മൾ പോയിന്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ 5, 5, ക്യൂ ഇസ് ദി മിഡ് പോയിന്റ് ഓഫ് എ സി, ദെർഫോർ പി ഇസ് ദി മിഡ് ദെർഫോർ പി ഈസ് ഓൾസോ മിഡ് പോയിന്റ് ഓഫ് എ ബി, 4, 4. ദെൻ പി ക്യൂ, തേർഡ് സൈഡ് പി ക്യൂ കണ്ടുപിടിക്കാം. പൈതഗോറസ് തിയറം, പി ക്യൂ ഇസ് ഈക്വൽ ടു 5 square minus 4 square, 25 minus 16, root 9, that's equal to 3. അപ്പോൾ സൈഡ് ഓഫ് ദി സ്മോളർ റൈറ്റ് ട്രയാങ്കിൾ എത്ര? 5, 4, 3. ദെൻ തേർഡ് സൈഡ് ഓഫ് ദി ലാർജർ ട്രയാങ്കിൾ എത്ര? 6 സെൻറ്റിമീറ്റർ. പഠിച്ചല്ലോ? കറക്റ്റ് ആക്കിയല്ലോ? കറക്റ്റ് ആയില്ലേ? ഇവിടെ ശ്രദ്ധിക്കുക, ഇൻ എനി ട്രയാങ്കിൾ ലൈൻ പാരലൽ ടു 1 side കട്ട്സ് അതർ 2 sides ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ, സെയിം റേഷ്യോ എന്ന പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. തേർഡ് സൈഡ് ഓഫ് ലാർജർ ട്രയാങ്കിൾ കാണാൻ പൈതഗോറസ് തിയറം യൂസ് ചെയ്തു. ദെൻ സെക്കൻഡ് കേസ് കാണാൻ വേണ്ടി അതർ സെയിം റേഷ്യോയിൽ യൂസ് ചെയ്തു. ഇവിടെ ക്യൂ ഇസ് ദി മിഡ് പോയിൻ്റ് ആണ്, 5, 5 വരും. ദെർഫോർ എ ബി ഇസ് ഓൾസോ മിഡ് പോയിൻ്റ്, എ ബി ഇസ് ഓൾസോ ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ 1:1, 4, 4 ആയിട്ട് മാറി. ദെൻ തേർഡ് സൈഡ് യൂസിങ് പൈതഗോറസ് തിയറം, പി ക്യൂ ഇസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഡൺ ഡൺ ഡൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പ്രോപ്പർട്ടീസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം, അപ്ലൈ ചെയ്യണം എന്ന് മാത്രമേ അതിൻ്റെ ഒരു റീസൺ ആയിട്ടുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി മിഡ് പോയിൻ്റ് ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ് ടു ദി ബേസ്. Question 1. Prove that this perpendicular is half the perpendicular sides of the large triangle. Second question. Prove that perpendicular bisects the bottom side of the large triangle. Third, prove that
in the large triangle, the distances from the midpoint of the hypotenuse to all the vertices are equal. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന് ബേസ്ഡ് ആയിട്ടുള്ള ഫിഗർ വരയ്ക്കുക. ലാർജ് റൈറ്റ് ട്രയാങ്കിൾ എ ബി സി എന്ന് നെയിം ചെയ്യുക. എ ബി സി റൈറ്റ് ട്രയാങ്കിളാണ്. ദെൻ പി ക്യു വരച്ചു. പി എ സിയുടെ മിഡ് പോയിൻ്റ്, ക്യു വരച്ചു. ദെൻ കൺസ്ട്രക്ഷൻ നടത്തി പി ബി. ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. റൈറ്റ് ട്രയാങ്കിൾ പെർപെൻഡിക്കുലർ മിഡ് പോയിൻ്റ് ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ പി ഇസ് ദി മിഡ് പോയിൻ്റ് ഓഫ് ഹൈപ്പോട്ടന്യൂസ് എ സി. പ്രൂവ് ദാറ്റ് ദിസ് പെർപെൻഡിക്കുലർ ഇസ് ഹാഫ് ദ പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് ലാർജ് ട്രയാങ്കിൾ. പി ക്യു എന്ന് പറയുന്നത് ഹാഫ് ബി സി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പി ക്യു is equal to ഹാഫ് ബി സി. പി ക്യു is equal ഹാഫ് ബി സി. പി ക്യു ഈക്വൽ ഹാഫ് ബി സി. അപ്പോൾ നമുക്കറിയാം ബി ഇസ് 90 ഡിഗ്രി, ക്യു ഇസ് 90 ഡിഗ്രി, പി ക്യു പാരലൽ ടു ബി സി അല്ലേ. ആംഗിൾ ക്യു is equal to 90 പെർപെൻഡിക്കുലർ ആംഗിൾ ബി is equal to 90. therefore പി ക്യു ലൈൻ പി ക്യു is parallel to ബി സി. in any triangle parallel lines in any triangle line parallel to one side cuts other two sides divided in the same ratio എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബി ക്യു is parallel to ബി സി ആണെങ്കിൽ the line other two sides എ സി and എ ബി divided in the same ratio. P is the midpoint of AC. അപ്പോൾ നമുക്ക് എന്താ പറയുക, എ പി ഈസ് ടു പി സി എത്രയായിരിക്കും? 1:1 ആയിരിക്കും അല്ലേ. എ പി ഈസ് ടു പി സി 1:1 ആണ് മിഡ് പോയിൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ എ പി ഈസ് ടു എ സി എത്രയായിരിക്കും? 1:2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സ്മോളർ സൈഡ് ലാർജർ സൈഡ്. ഇത് സ്മോളർ ട്രയാങ്കിളിൻ്റെ സൈഡ് എ പി, ദെൻ എ സി ലാർജർ സൈഡ് ഈക്വൽ ടു എ ക്യൂ ബൈ എ ബി. എ ക്യൂ ബൈ എ ബി is equal to പി ക്യൂ ബൈ ബി സി. പി ക്യൂ ബൈ ബി സി. അപ്പോൾ നമുക്കെന്ത് പറഞ്ഞു? അതർ ടു സൈഡ്സ് ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ ആണ്. അതർ ടു സൈഡ്സ് ഡിവൈഡ് ഇൻ ദി സെയിം റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മളെന്ത് എഴുതി? എ പി ബൈ എ സി അല്ലേ. എ ക്യൂ ബൈ ബി പി, സോറി എ ക്യൂ ബൈ എ ബി, ദെൻ പി ക്യൂ സ്മോളർ സൈഡ് ബൈ ബി സി. അപ്പോൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഒക്കെ എന്തിലാന്ന് പറഞ്ഞു? പ്രപ്പോർഷനിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കൂ, എ പി സ്മോളർ ട്രയാങ്കിളിൻ്റെ സൈഡ്, എ സി ലാർജർ ട്രയാങ്കിളിൻ്റെ സൈഡ്, എ ക്യു സ്മോളർ ട്രയാങ്കിളിൻ്റെ സൈഡ്, എ ബി ലാർജർ ട്രയാങ്കിളിൻ്റെ സൈഡ്, പി ക്യു സ്മോളർ ട്രയാങ്കിളിൻ്റെ സൈഡ്, ബി സി ലാർജർ ട്രയാങ്കിളിൻ്റെ സൈഡ്. എ പി ബൈ എ സി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. കാരണം എന്താ 1/2 വരാനുള്ള റീസൺ എന്താണ്? പി ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ് എ സി. therefore എ പി ബൈ എ സി is equal to 1/2. 1/2 is equal to എ ക്യൂ ബൈ എ ബി is equal to പി ക്യൂ ബൈ ബി സി. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെലക്ട് ചെയ്ത് 1/2 is equal to പി ക്യൂ ബൈ ബി സി. ദെൻ 2pq is equal to bc. pq is equal to half bc. ശരിയല്ലേ? pq is equal to half bc. pq is equal to half bc. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, pq is parallel to bc. q and b are 90 degree. in any triangle line parallel to one side cuts other two sides divided in the same ratio. other two sides same ratio ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എ പി ഈസ് ടു പി സി ഒക്കെ സെയിം റേഷ്യോയിലാണ്. അപ്പോൾ 1:1 ആണ്. അപ്പോൾ സ്മോളർ സൈഡ് ലാർജർ സൈഡ്, സ്മോളർ സൈഡ് ലാർജർ സൈഡ്, സ്മോളർ സൈഡ് ലാർജർ സൈഡ് പ്രപ്പോർഷനിലാക്കി എഴുതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 1/2 എ പി ബൈ എ സി 1/2 എ ക്യൂ ബൈ എ ബി ഈക്വൽ ടു പി ക്യൂ ബൈ ബി സി. ഫസ്റ്റ് ആൻഡ് തേർഡ് സെലക്ട് ചെയ്തു. ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ബി സി ഈസ് ഈക്വൽ ടു 2pq. ദെൻ പി ക്യൂ is equal to ഹാഫ് ബി സി. ഹാഫ് ബി സി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. പ്രൂവ് ദാറ്റ് എന്താ പറഞ്ഞത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ അവിടെ ഒരു പ്രൂവ് ദാറ്റാണ് പറഞ്ഞത് അല്ലേ. പ്രൂവ് ദാറ്റ് പെർപെൻഡിക്കുലർ ബൈസെക്സ് ദി ബോട്ടം സൈഡ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ. ഈ പെർപെൻഡിക്കുലർ
ബോട്ടം സൈഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നതാണ് പറയേണ്ടത്. നേരത്തെ ഇതേപോലെ തന്നെ എഴുതാം. എ പി ബൈ എ സി ഈക്വൽ എ ക്യൂ ബൈ എ ബി രണ്ടെണ്ണം എഴുതിയാൽ മതി. വേണമെങ്കിൽ പി ക്യൂ ബൈ ബി സി എന്നും കൂടി എഴുതി വെക്കാം അല്ലേ. ദെൻ പി ഇസ് ദ മിഡ് പോയിൻറ്റ്. എ പി ബൈ എ സി ഇസ് ഈക്വൽ ടു 1/2. എപ്പോഴും ഓർത്തോളുക, മിഡ് പോയിൻറ്റിൻ്റെ റേഷ്യോ 1:1 ആയിരിക്കും. എ ലൈൻ ഡിവൈഡഡ് ഇൻ ദി മിഡ് പോയിൻ്റ് ആണെങ്കിൽ 1:1 ആണ്. അപ്പോൾ സ്മോളർ 1 ആകുമ്പോൾ ലാർജർ 1+1 ആണ് 2 വരുന്നത്, എ സി 2 ആയിട്ട് മാറുന്നത്. അപ്പോൾ 1/2 ഇസ് ഈക്വൽ ടു എ ക്യൂ ബൈ എ ബി. ഇത് മാത്രം സെലക്ട് ചെയ്തു, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെലക്ട് ചെയ്തു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 2AQ ഇസ് ഈക്വൽ ടു എ ബി എന്ന് കിട്ടി. 2 ഇൻറ്റു AQ ഇസ് ഈക്വൽ ടു എ ബി. അപ്പോൾ 2 ടൈംസ് ആണ് എ ക്യൂവിൻ്റെ 2 ടൈംസ് ആണ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AQ ഇസ് ഈക്വൽ ടു ക്യൂ ബി. AQ ഇസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ബി. ദെർഫോർ നമുക്കെന്ത് പറയാം? ക്യൂ ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് എ ബി എന്ന് പറയാം. ക്യൂ ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് എ ബി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ സൈഡ് റേഷ്യോ ഇതെന്താണ്? ഇൻ എനി ട്രയാങ്കിൾ ലൈൻ പാരലൽ ടു വൺ സൈഡ് കട്ട്സ് അതർ 2 sides ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോയിൽ പ്രകാരം എ പി ബൈ എ സി ഈക്വൽ എ ക്യൂ ബൈ എ ബി ഈക്വൽ പി ക്യൂ ബൈ ബി സി. പി ക്യൂ ബൈ ബി സി. ദെൻ അത് പ്രകാരം 1/2 ഇസ് ഈക്വൽ ടു എ ക്യൂ ബൈ എ ബി എഴുതി. ദെൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെലക്ട് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എ ക്യൂ 2 ഇൻറ്റു എ ക്യൂ ഇസ് ഈക്വൽ ടു എ ബി. എ ക്യൂവിൻ്റെ ഡബിളാണ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്യൂ ഇവിടെ ഉണ്ട്, അതിൻ്റെ ഡബിളാണ് എ ബി എന്ന് പറഞ്ഞാൽ ഇതും എന്തായിരിക്കും? എ ക്യൂ തന്നെയല്ലേ ഡബിൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ എ ക്യൂ ഇസ് ഈക്വൽ ടു ബി ക്യൂ. ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. എ ക്യൂ ഇസ് ഈക്വൽ ടു ബി ക്യൂ. ദെർഫോർ ക്യൂ ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് എ ബി, ബോട്ടം സൈഡ് എ ബി. Q is the midpoint of bottom side AB. Third question എന്താ മക്കളെ? Prove that the large triangle is distances from the midpoint of the hypotenuse to all the vertices are equal. അതായത് മിഡ് പോയിൻ്റ് ഓഫ് ഹൈപ്പോട്ടന്യൂസ് പി ആണ്. പിയിൽ നിന്ന് വെർട്ടിസസിലേക്കുള്ള ഡിസ്റ്റൻസ് പി എ, പി ബി, പി സി ഈക്വൽ ആണെന്ന് പറയണം. പി എ ഈക്വൽ പി ബി ഈക്വൽ പി സി, പി എ ഈക്വൽ പി ബി ഈക്വൽ പി സി എന്നാണ് പറയേണ്ടത്. ദെൻ പറഞ്ഞേക്കാം വേറെന്താ? ദെൻ പി ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് എ സി. പി എ ഇസ് ഈക്വൽ ടു പി സി. എല്ലാവർക്കും അറിയാം പി ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് ഹൈപ്പോട്ടന്യൂസ് എ സി. ദെർഫോർ പി എ ഇസ് ഈക്വൽ ടു പി സി. തർക്കമുണ്ടോ? ഒരു തർക്കമില്ല. പി എ ഇസ് ഈക്വൽ ടു പി സി. അവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വെച്ചു. പി ഈസ് ദി മിഡ് പോയിൻ്റ് ബ്രാക്കറ്റിൽ എഴുതി വെച്ചു. പി ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് എ സി. അടുത്തത് ഞാൻ പറയാൻ പോണ പി എ ഈക്വൽ ടു പി സി എന്ന് കിട്ടി അല്ലേ. ഇനി ഇൻ ട്രയാങ്കിൾ എ പി ബി നോക്കുക എല്ലാവരും. ഇൻ ട്രയാങ്കിൾ എ പി ബി നമ്മൾ എ ക്യൂ ഈക്വൽ ടു ബി ക്യൂ എന്ന് പറഞ്ഞില്ലേ? എ ക്യൂ ഈക്വൽ ടു ബി ക്യൂ എന്ന് പറഞ്ഞില്ലേ? എ ക്യൂ ഈക്വൽ ടു ബി ക്യൂ എന്ന് പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാണ്? നേരത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ പ്രൂഫാണ് പറഞ്ഞത്. ബോട്ടം സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നു. എ ക്യൂ ഇസ് ഈക്വൽ ടു ബി ക്യൂ. ഇക്വേഷൻ നമ്പർ 2 പ്രൂവ്ഡ് എബോവ് തൊട്ട മുകളിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ, ട്രയാങ്കിൾ എ ക്യു പി, റൈറ്റ് ട്രയാങ്കിൾ എ ക്യു പി ആൻഡ് റൈറ്റ് ട്രയാങ്കിൾ ബി ക്യു പി, ഇത് രണ്ടും സെയിം ആണ്. എ ക്യു ഈക്വൽ ടു ബി ക്യു. പി ക്യു കോമൺ സൈഡാണ്. രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇനി റൈറ്റ് ട്രയാങ്കിൾ എ ക്യു പി ആൻഡ് ബി ക്യു പി ബേസസ് ആർ ഈക്വൽ ആൻഡ് ഓൾട്ടിറ്റ്യൂഡ്സ് ആർ ഈക്വൽ. ദെയർഫോർ ഹൈപ്പോട്ടനിസ് ആർ ഓൾസോ ഈക്വൽ. ഹൈപ്പോട്ടനിസ് ഈക്വൽ അല്ലേ? ഇവിടെ അതാ എ ക്യു 8, ബി ക്യു 8, ഇത് രണ്ടും എന്താണ്? 6. അങ്ങനെ വരികയാണെങ്കിൽ ഹൈപ്പോട്ടനിസ് രണ്ടിലും എന്തായിരിക്കും വരുന്നത്? 10 സെയിം തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എ ക്യു സീക്വൽ ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ എ ക്യു പി ആൻഡ് ബി ക്യു പി ബേസസ് ആർ ഈക്വൽ ആൻഡ് ഓൾട്ടിറ്റ്യൂഡ്സ് ആർ ഈക്വൽ. ദെയർഫോർ ഹൈപ്പോട്ടനിസ് ആർ ഓൾസോ ഈക്വൽ. പി എ ഈക്വൽ ടു പി ബി. ഇക്വേഷൻ നമ്പർ 3. പി എ ഈക്വൽ ടു 3. പി എ ഈക്വൽ ടു പി ബി. ഇക്വേഷൻ നമ്പർ 3. പി എ ഈക്വൽ ടു പി ബി എന്ന് പ്രൂവ് ചെയ്തു. പി എ ഈക്വൽ ടു പി സി എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്കെന്ത് പറയാം? പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി സി. ദെയർഫോർ ഇക്വേഷൻ 1, 2 ആൻഡ് 3 വി ഗെറ്റ് പി എ ഈക്വൽ പി ബി ഈക്വൽ പി സി. പി എ ഈക്വൽ പി ബി ഈക്വൽ പി സി കിട്ടിയല്ലോ.
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പ്രൂഫ് നമ്മൾ എന്ത് ചെയ്തു, പി ക്യു സി ഈക്വൽ ടു ഹാഫ് ബി സി എന്ന് പ്രൂവ് ചെയ്തു. സെക്കൻഡ് ബോട്ടം സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്തു, അതും കറക്റ്റ് ചെയ്തു. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ പി എ സീക്വൽ പി ബി സീക്വൽ പി സി, മിഡ് പോയിന്റിൽ നിന്ന് ഓൾ 3 വെർട്ടിസസിലേക്കുള്ള ഡിസ്റ്റൻസസ് ആർ ഈക്വൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. Then PS equal to PC, equation number 1, P is the midpoint of hypotenuse. Then consider AQ is equal to BQ, equation number 2 proved above, തൊട്ടമുള്ള പ്രൂവ് ചെയ്തിട്ടുണ്ട്. In consider triangle AQP and BQP, പറഞ്ഞേ AQP and BQP, പറഞ്ഞേ AQP and BQP. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? AQ equal to BQ, PQ common side, bases are equal and altitudes are equal, therefore hypotenuse are also equal, therefore PS equal to PB. അപ്പോൾ from equation 1, 2 and 3 we get PA equal PC, PS equal PB, therefore PS equal PBC equal PC, all distances are equal. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ക്രൈറ്റീരിയയാണ് മെയിനായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇൻ എനി ട്രയാങ്കിൾ ലൈൻസ് പാരലൽ ടു വൺ സൈഡ് കട്ട്സ് അതർ 2 sides ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ. ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് പാരലൈൻസിലുള്ളത്. ഒരു പാർട്ടും കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്, അതോടുകൂടി നമ്മൾ ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. അപ്പോൾ തിയറംസ് ആണ്, പ്രോബ്ലംസ് ആണ്, പ്രൂവ് ദാറ്റ് ആണ്, ചെയ്തിട്ട് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണം മക്കളെ. ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.